പുതിയ കിരണങ്ങളുടെ സ്വഭാവം അജ്ഞാതമായതുകൊണ്ട് അദ്ദേഹം ഗണിതശാസ്ത്രത്തിലെ അജ്ഞാത രാശിക്ക് നൽകുന്നത് പോലെ അതിന് എക്സ്റേ എന്ന് പേരിട്ടു. തുടർന്നുള്ള 6 ആഴ്ചയോളം റോൺജൻ ഈ കിരണങ്ങളുടെ സ്വഭാവങ്ങളെക്കുറിച്ച് തീവ്രമായ പഠനത്തിൽ മുഴുകി. ഈ കിരണങ്ങൾ മിക്ക വസ്തുക്കളിലൂടെയും തുളച്ചു കയറുമെന്നും എന്നാൽ എല്ലുകൾ, ലോഹങ്ങൾ തുടങ്ങിയ കട്ടിയുള്ള വസ്തുക്കളിൽ തടഞ്ഞ് അവയുടെ നിഴൽ പതിപ്പിക്കുമെന്നും അദ്ദേഹം കണ്ടെത്തി. 1895 ഡിസംബർ 22-ന് അദ്ദേഹം തൻ്റെ ഭാര്യയായ അന്ന റോൺജൻ്റെ കൈ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിന് മുകളിൽ വെച്ച് എക്സ്റേ എടുത്തു. ഫോട്ടോ വികസിച്ചപ്പോൾ മാംസളമായ ഭാഗങ്ങൾ മങ്ങിയും എന്നാൽ അസ്ഥികളും അവർ അണിഞ്ഞിരുന്ന വിവാഹമോതിരവും വ്യക്തമായും പതിഞ്ഞ ചിത്രം ലഭിച്ചു. ഇതായിരുന്നു മനുഷ്യ ശരീരത്തിൻ്റെതായി ആദ്യമായി എടുത്ത എക്സ്റേ. 1895 ഡിസംബർ 28-ന് റോൺജൻ തൻ്റെ കണ്ടുപിടുത്തം പ്രസിദ്ധീകരിച്ചു. ഈ കണ്ടുപിടുത്തം ശാസ്ത്രലോകത്തും പൊതുജനങ്ങളിലും ഒരുപോലെ വലിയ കോളിളക്കമുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം റേഡിയോളജി എന്ന പുതിയ വൈദ്യശാസ്ത്ര ശാഖയുടെ പിറവിക്ക് കാരണമായി. ഈ നേട്ടത്തിന് 1901-ൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള ആദ്യത്തെ നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചു. റോൺജൻ തൻ്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് എടുക്കാതിരിക്കാൻ തീരുമാനിച്ചു. എക്സ്റേയുടെ ഉപയോഗം ലോകമെമ്പാടുമുള്ള മനുഷ്യരാശിയുടെ ക്ഷേമത്തിനായി സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഈ കണ്ടുപിടുത്തം വൈദ്യശാസ്ത്രത്തിലും വ്യവസായ രംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇനി ഒരു എക്സ്റേ കാണുമ്പോൾ ഈ കഥ കൂടി ഓർക്കുക. ഇതുപോലുള്ള രസകരമായ വിവരണങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.